ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വി ആർ സോറി ദാറ്റ് വി കുഡിൻ നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതിൽ സോറി. കാരണം ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫാമിലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇനി അങ്ങോട്ട് വി വിൽ ഡെഡിക്കേറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എല്ലാ വീഡിയോസും മര്യാദയ്ക്ക് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ഡു ദാറ്റ്. അപ്പം കൂടുതൽ ഇത് ആക്കാണ്ട് വിൽ ഡൈവ് ഇൻ ടു യെസ്റ്റർഡേസ് മാച്ച് അഗെയിൻസ്റ്റ് ആർസണൽ വേഴ്സസ് ഇപ്സ്വിച്ച്. ഇന്നലെ നമുക്കറിയാം ആർസണൽ 1-0 വിക്ടറി ആണ്. അതിനെ പറ്റിയുള്ള തോട്ട്സ് ആൻഡ് ഇത് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്ന് ജോയിൻ ചെയ്യുന്ന സഞ്ജയ് ബ്രോ ആണ്. ഐ വെൽക്കം സഞ്ജയ് ബ്രോ ടു ദ സ്ട്രീം. ഹായ് സഞ്ജയ് ബ്രോ. ഹലോ. ബിലേറ്റഡ് ക്രിസ്മസ് ആൻഡ് എല്ലാം എങ്ങനെയുണ്ടായി ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് മാർക്കും ഒക്കെ കണ്ട് അടിച്ചൊളിച്ചു. അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പം അപ്പം സാധാരണ നമുക്ക് നോർമലി അറിയാം ബോക്സിംഗ് ഡേയ്സിലാണ് നമുക്ക് കളി വരാറ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബോക്സിംഗ് ഡേയും അതിന്റെ ബോക്സിംഗ് ഡേ ആണോ അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് മുന്നോടിയായിട്ടുള്ള 2 ഗെയിമും കഴിഞ്ഞ വർഷത്തെ അവസ്ഥ നമുക്കറിയാം. കമ്പയർ ടു ദാറ്റ് ഈ സീസൺ നമുക്കൊരു വിൻ കിട്ടിയിട്ടുണ്ട് 1-0. ബട്ട് ഐ ഫീൽ അത് സ്ക്രാപ്പി വിന്നായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് വിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ വേ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോമിനേറ്റിംഗ് ആയിരുന്നു. പക്ഷെ വേറെ കുറെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഒക്കെ കുറവായിരുന്നു. എന്താണ് ഇന്നലത്തെ കളീനെ പറ്റി സഞ്ജയ് ബ്രോയുടെ ഒരു ഇത്? സോ ഇന്നലത്തെ വിൻ ശരിക്കും ഒരു എക്സ്പെക്ടഡ് വിൻ തന്നെയാണ്. പക്ഷെ ആകെ ഒരു കൺസേൺ ഉണ്ടായ സ്കോർ ലൈന്റെ കാര്യത്തിലാണ്. ശരിക്കും ഈ ഒരു ഇന്നലത്തെ കളി തന്നെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ 3 ഗോളെങ്കിലും അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു മിനിമം. അതാണ് കാരണം എനിക്ക് നമ്മൾ വളരെയധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എക്സിക്യൂഷൻ ലെവൽ എത്തിയപ്പോഴാണ് നമുക്കൊരു പാളിച്ച പറ്റിയത്. എസ്പെഷ്യലി നമ്മളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്ന കോർണേഴ്സിൽ തന്നെ ഒരു ഏറ്റവും സിറ്റർ മിസ് ചെയ്തു നമ്മുടെ ഗബ്രിയൽ. അതെങ്ങനെ മിസ് ചെയ്യുന്നതാണോ മനസ്സിലായി. അപ്പോ ഐ ഗസ് ദാറ്റ് ഹൈലൈറ്റഡ് വാട്ട് വാസ് ദ പ്രോബ്ലം വിത്ത് ആർസണൽ യെസ്റ്റർഡേ. ആണ് നമ്മൾ എപ്പോഴും അടിക്കുന്ന ഒരു ഗോൾ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അപ്പോ ദാറ്റ് വേ ഇറ്റ് വാസ് എ കൺസേൺ. ബട്ട് എനിവേ നമ്മൾ എല്ലാം നോക്കുവാണെങ്കിൽ വിൻ ഇസ് എ വിൻ. അത് 1-0 ആണെങ്കിലും 2-1 ആണെങ്കിലും വിൻ ഇസ് എ വിൻ. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വി കാണ്ട് അഫോർഡ് ടു ലൂസ് എനി പോയിന്റ്സ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ വി കനോട്ട് ലൂസ് എനി പോയിന്റ്സ് അൺലെസ് ലിവർപൂൾ ഇസ് ലൂസിങ് പോയിന്റ്സ്. അപ്പൊ അതുപോലത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇപ്പൊ ഒരു 3 പോയിന്റ്സ് ഇസ് വെരി വാല്യൂബിൾ. അത് ഏത് രീതിയിൽ കളിച്ച് ജയിച്ചാണെങ്കിലും എഗൈൻസ്റ്റ് എനി ടീം ആണെങ്കിലും 3 പോയിന്റ്സ് ഇസ് വെരി വാല്യൂബിൾ ഫോർ us right now. അപ്പം ഞാൻ അത് പറയുവാണ്. ഒരു അതിന് ബേസിക് ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതിനെക്കാട്ടും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഡ്രോപ്പ് ഡൗൺ പ്രതീക്ഷ, ആ ഡ്രോപ്പ് ഡൗണിന്റെ സമയത്ത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാണ്ട് നമ്മളും ഡ്രോപ്പ് ചെയ്തു. ആൻഡ് നൗ അവരുടെ ആ ഫോമും അവരുടെ റൺ ഓഫ് ഗെയിംസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 3-1 വിക്ടറി, 10-10 മെന്നില് 2-2 അവർ ഡ്രോ പിടിക്കുന്നു. ലൈക്ക് അവർക്കൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അല്ലെങ്കിൽ ആർനെ സ്ലോട്ടിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗെയിം മാനേജ്മെന്റ് ഒക്കെ നോക്കുമ്പം ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പം നമുക്ക് ആകെ എക്സ്പെക്ട് ചെയ്യാവുന്നത് ദേ ഷുഡ് ഡ്രോപ്പ് പോയിന്റ്സ് ആൻഡ് വി ഷുഡ് നോട്ട് ഡ്രോപ്പ്. അത് ആസ് എ ഫാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം. ആൻഡ് ആർസണൽ പ്ലേയേഴ്സും അത് മൈൻഡായിട്ട് നിന്നിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, പ്രഷർ ഇടുക എന്ന്. എന്റെ ചോദ്യം ഇവിടെ അങ്ങനെയല്ല. ലൈക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസൺ എസ്പെഷ്യലി വി ഹാഡ് 11 പോയിന്റ്സ് ഡിഫറൻസ് സിറ്റിക്ക്. അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ടായി. ഇതേ ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെയായിരുന്നു. അപ്പം അതീന്ന് ആ ഒരു ടൈപ്പ് ഓഫ് സിറ്റിയുടെ ആ ലോങ് റൺ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഈ ആർസണൽ ടീമിന് ഇപ്പൊ തോന്നുന്നുണ്ട്. വിത്ത് സാക്കയുടെ ഇഞ്ചറി വരുമ്പോഴത്തേക്കും അത്രയും ഒരു ലോങ് റണ്ണിൽ ഇത് ചെയ്യുന്ന. എന്റെ ക്വസ്റ്റ്യൻ ഇസ് ഷുഡ് വി നോട്ട് ഹാവ് 2-3 സൈനിങ്സ് മിനിമം ആ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി വേണ്ടേ? പിന്നെ ഐഡിയൽ സിനാറിയോ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശരിക്കും ഒരു അഡീഷണൽ സൈനിങ്സ് ആവശ്യമാണ് നമുക്ക് തോന്നും. ബട്ട് നമ്മൾ നേരത്തെ പഴയ വീഡിയോസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. കാരണം ജാനുവരിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്.
സോ ഇപ്പൊ ഇന്നലെ ഒരു ലിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ മാത്യൂസ് കൂഞ്ഞ ആയിട്ട് ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എത്രത്തോളം റിലയബിൾ, ജേർണലിസ്റ്റ് അത്യാവശ്യം റിലയബിൾ ജേർണലിസ്റ്റ് ആണ്, ടെലിഗ്രാഫിന്റെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. സോ റിലയബിൾ ന്യൂസസ് വരുന്നുണ്ട്. അത് ഇനി ഹോപ്പ്ഫുള്ളി ബൈ നെക്സ്റ്റ് വീക്ക് ജാനുവരി ട്രാൻസ്ഫർ ഓപ്പൺ ആവും. അപ്പോ ആ സമയത്തുള്ള സിറ്റുവേഷൻ അനുസരിച്ച് വിൽ ബി ഗെറ്റിംഗ് മോർ ലിങ്ക്സ്. ബട്ട് ടു ഗെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലെയറിന്റെ ജാനുവരിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ വിൽ ഹാവ് ടു ഓവർ പേ ദം ബൈ എ ഹ്യൂജ് എമൗണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ശരിക്കും ജാനുവരിയിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. ടു ഗെറ്റ് ദ പ്ലെയർ ദാറ്റ് വി നീഡ് ഇസ് ഗോയിങ് ടു ബി ബിറ്റ് ഡിഫിക്കൽട്ട്. But hopefully if there's an opportunity, last interview Arteta പറഞ്ഞ പോലെ, if there's an opportunity and if the club is able to do it, we'll be able to complete some signings. But ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷന്റെ ഒരു ന്യൂസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഏർലി ഡേയ്സ്, കാരണം ട്രാൻസ്ഫർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. സോ we'll have to wait for more time. അപ്പൊ ബാക്ക് ടു ആർസണൽ ഇപ്സ്വിച്ച്. ഇന്നലത്തെ കളിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ത്രീ അതർ ദാൻ ഫസ്റ്റ് ഹാഫിലെ കാര്യം ഞാൻ പറഞ്ഞത്, വിൽ ഗോ ബൈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അതർ ദാൻ ആ ഒരു ട്രൊസാർഡിന്റെ ക്രോസ് അല്ലാണ്ട് ജിസൂസ് ഒന്നും കൂടുതൽ അങ്ങോട്ട് ചെയ്തിട്ടില്ല. മാർട്ടിനെല്ലിയുടെ സൈഡിൽ നിന്നാണെങ്കിലും കൂടുതൽ റൺസോ ഒന്നും ഉണ്ടായിട്ടില്ല. ട്രൊസാർഡ് ആണെങ്കിലും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. നമ്മള് ഇതിന് മുന്നത്തെ കളി നോക്കുമ്പോൾ മാർട്ടിനെല്ലി ഡിഡ് വെരി വെൽ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നമ്മൾ കണ്ടു. ഇപ്പം കുറെ പേരാണ് പറയുന്നുണ്ട് മാർട്ടിനെല്ലി ലെഫ്റ്റിൽ നല്ലപോലെ ചെയ്തു, റൈറ്റിൽ നല്ലപോലെ ചെയ്തു, സാക്കയുടെ പൊസിഷനിൽ ഭയങ്കരമായിട്ട് ചെയ്തു, ആ ഒരു ഇമ്പാക്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ കളിയിൽ ഉണ്ടായത്. അപ്പം എന്താണ് നമുക്ക് അവിടെ ഒരു അത്യാവശ്യം ഏതാണ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും ഒരു വീക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്? കാരണം സാക്കയും കൂടെ പോയപ്പോഴത്തേക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് ഇപ്പൊ ഒരു വീക്ക്നെസ് ആയിട്ട് വല്ല തോന്നുന്നില്ലേ? ശരിക്കും നമ്മൾ ഈ ഒരു സീസൺ നോക്കുവാണെങ്കിൽ നമ്മളുടെ അറ്റാക്ക് ശരിക്കും നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ സ്ട്രോങ് അറ്റാക്ക് അല്ല എന്ന് നമ്മൾ ശരിക്കും ഈ സീസൺ തെളിയിച്ചിട്ടുണ്ട്. കാരണം സാക്ക, എസ്പെഷ്യലി സാക്ക ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മളിപ്പോ ഡയറക്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്തു. ദാറ്റ് ടു അഗെയിൻസ്റ്റ് എ ടീം ലൈക്ക് ഇപ്സ്വിച്ച്. ഇതൊരു വല്ല ഫുൽഹമോ ന്യൂകാസലോ അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല അതുപോലത്തെ ടീം ആണെങ്കിൽ 1-0 വരും, യു ക്യാൻ സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഇപ്സ്വിച്ചിനെതിരെ ഒരു ടീമിൽ നമുക്ക് 1-0 ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് നമ്മുടെ അറ്റാക്കിൽ ഈ ഒരു സീസൺ അത്യാവശ്യം ഒരു ഓവർ പെർഫോം ചെയ്യുന്ന പോലെ ഒരു ജഡ്ജ്മെന്റ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുമായിരിക്കും, എസ്പെഷ്യലി കൺസിഡറിംഗ് ദ സിറ്റുവേഷൻ. അപ്പൊ ഇന്നലത്തെ മാച്ചിൽ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി മാർട്ടിനെല്ലിയുടെ ചില 1-on-1s വളരെ വളരെ പുവർ ആയിരുന്നു. കാരണം സ്റ്റിൽ എസ്പെഷ്യലി ഈ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് റൈറ്റ് സൈഡിലും കളിക്കുന്നത്. അപ്പൊ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പൊ മാർട്ടിനെല്ലിയുടെ ആ ഒരു ഇൻ ഗെയിം ഇന്റലിജൻസ്, എനിക്കൊന്ന് ഓൺട്രി പോലെ പല റെപ്യൂട്ടഡ് പ്ലേയേഴ്സ് പറഞ്ഞ പോലെ മാർട്ടിനെല്ലിക്ക് ഒരു ഇൻ ഗെയിം ഇന്റലിജൻസ് നല്ലോണം ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ ശരിക്കും ഇന്നലെ കണ്ടത്. പിന്നെ ഹെസൂസ് വെച്ച് നോക്കുമ്പോൾ ഹെസൂസ് നോട്ട് ഹാവ് മച്ച് ടു ഡു. ഇടയ്ക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഓഫ് സൈഡ് ആയപ്പോ ചാൻസ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻവോൾവ്മെന്റ് ഹെസൂസിന്റെ സൈഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ സോ ഈ രണ്ടുപേര് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ലൈവ്ലിയും ഗോൾ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത ട്രൊസാർഡ് ആയിരുന്നു. ട്രൊസാർഡിന്റെ നാച്ചുറൽ പൊസിഷൻ കളിച്ചുകൊണ്ട് ഹി വാസ് ഏബിൾ ടു ഗെറ്റ് ദ ജോബ് ഡൺ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ, സോ നമ്മുടെ അറ്റാക്ക് അത്യാവശ്യം കുറച്ച് വീക്ക് ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്, എസ്പെഷ്യലി വിത്തൗട്ട് സാക്ക. അതെ, റീസെന്റ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ലോ ബ്ലോക്കിംഗ് ടീംസിനെതിരെ ആർസണൽ കളിക്കുമ്പോൾ മേജറായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സൈഡ് പാസസ്, ബാക്ക് പാസസ്, നമ്മൾ ഒബ്വിയസ് ഒരു ചാൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഒരു ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കോ അല്ലെ ഒരു ഫാസ്റ്റ് റൺ ചെയ്യുന്ന ലോങ് ബോളോ ഇടുന്നില്ല എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നുന്നുണ്ട്. കുറെ സൈഡ് പാസസും ഭയങ്കര സ്ലോ ബിൽഡിംഗ് പ്രോസസ്സിൽ നോക്കിയിട്ട് അത് വർക്കൗട്ട് ചില സമയത്ത് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ലാത്തൊരു, മോസ്റ്റ് കേസസ് വർക്കൗട്ട് ആവുന്നില്ല. അതൊരു കേസ് ഓഫ് തിങ് അഡ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ ഇപ്പൊ? അതെ, നമ്മൾ എസ്പെഷ്യലി ഇതുപോലത്തെ ലോ ബ്ലോക്ക് ടീംസ് നമ്മൾ കൗണ്ടർ അറ്റാക്സ് നമുക്ക് ഇതുവരെ എനിക്ക് ഈ ഒരു സീസൺ അധികം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. കാരണം നാച്ചുറലി നോക്കുവാണെങ്കിൽ ആർസണൽ അധികം അതുപോലത്തെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമായിട്ട് ഇതുവരെ തോന്നിയില്ല. എസ്പെഷ്യലി ആഫ്റ്റർ ഒരു പോസ്റ്റ് വെങ്കർ അത് നോക്കുവാണെങ്കിൽ ആ ഒരു കൗണ്ടർ അറ്റാക്സിലൂടെ അത്രയും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല.
നമുക്ക് ആർസൻ വെങ്കർ ഉള്ള സമയത്ത് വി ഹാഡ് സ്പീഡി പ്ലേയേഴ്സ്. കാരണം അറ്റ് എ ടൈം there was a certain time in which we were actually the team who was actually had the most speed. കാരണം നമുക്ക് വോൾക്കോട്ട് പോലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ഹൊസെ അന്റോണിയോ റേയസ് പോലെ അത്യാവശ്യം സ്പീഡുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ ഓൺട്രി വാസ് ഓൾസോ വെരി ഫാസ്റ്റ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്ലേയേഴ്സ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതുകൊണ്ട് പ്ലേയേഴ്സ് ഇല്ല. സോ നമുക്ക് ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ ലോ ആണ്. അല്ലെങ്കിൽ അത്രയും വീക്ക് ആയിട്ടൊരു ടീം അല്ലെങ്കിൽ ആ ഒരു വീക്ക് സിറ്റുവേഷൻ ഉള്ള സമയത്ത് മാത്രമാണ് നമുക്ക് അതുപോലത്തെ ഗോൾസ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞുള്ളത് തന്നെ സിൻസ് നമുക്കൊരു നാച്ചുറൽ ആയ സ്ട്രൈക്കർ ഇല്ല. ദാറ്റ്സ് വൺ ബിഗ് കൺസേൺ ആ ഒരു ആസ്പെക്ട് നോക്കുവാണെങ്കിൽ. കാരണം സെൻട്രലിൽ നിന്ന് ഒരു സ്ട്രൈക്കേഴ്സ് ആണുണ്ടല്ലോ, അത് നമുക്ക് എനിക്ക് അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കും അറിയില്ല. കാരണം ഒരു സ്ട്രൈക്കർ, ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സ്ട്രൈക്കർ, ഹി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദോസ് സ്പേസസ്. അതുപോലത്തെ ഒരു പ്ലെയർ ശരിക്കും നമുക്കില്ല. എസ്പെഷ്യലി ഇതുപോലത്തെ ലോ ബ്ലോക്ക് ടീംസ്, അല്ലെങ്കിൽ ഇൻ വിച്ച് വി ആർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് എനി ചാൻസസ്. അപ്പോ സെൻട്രലിൽ നിന്ന് ഒഡെഗാർഡോ അല്ലെങ്കിൽ സിമിലർ പ്ലെയർ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് മൂവ് പ്രെഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സ് നമുക്ക് ഇപ്പൊ നിലവിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെ സിമിലർ സിറ്റുവേഷനിലുള്ള ടീം മാൻ സിറ്റിയിലുണ്ട്. മാൻ സിറ്റിക്ക് ദേ ഹാവ് എ വെരി നാച്ചുറൽ സ്ട്രൈക്കർ, ബട്ട് ദേ ആർ ഓൾസോ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് എനി ചാൻസസ് ഫോർ ദംസെൽസ്. സോ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ടീംസ് ആർ ആക്ച്വലി ഗെറ്റിംഗ് മോർ നോളജ്. കാരണം മാൻ സിറ്റി ആയാലും മാസ്റ്റർ ആയാലും ഒരേ പാറ്റേൺ എന്ന രീതിയിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കണ്ടീഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് കുഡ് ബി റീസൺ. കാരണം ഇപ്പോ എസ്പെഷ്യലി ഇതുപോലത്തെ വീക്ക് ടീംസ് ട്രൈ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഫ്രം ദീസ് ടീംസ്. കാരണം അവരെന്തായാലും വീഡിയോ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഏബിൾ ടു ക്രിയേറ്റ് ദോസ് കൈൻഡ് ഓഫ് ഫോർമേഷൻസ്. അതുപോലത്തെ രീതിയിൽ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ സോഴ്സസ് ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ കളി തോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡ്രോ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് എനിക്കൊന്ന് എസ്പെഷ്യലി ഈ സീസൺ നോക്കുവാണെങ്കിൽ ആർസണലും അതുപോലെ മാൻ സിറ്റി നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ലിവർപൂളിൽ ആ ഒരു എഫക്ട് വരുന്നില്ല. കാരണം ലാസ്റ്റ് 2 years ആയിട്ട് ലിവർപൂൾ അധികം സ്ട്രോങ് ആയിരുന്നില്ല. ആരും അവരെ ഒരു ടൈറ്റിൽ കണ്ടന്റർ ആയിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ സീസൺ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു ഫ്രഷ് പുതിയ മാനേജറാണ്. സോ നോ വൺ നോസ് ഹൗ ആർണെ സ്ലോട്ട്. എപ്പോഴും ആൾക്കാർ സ്റ്റിൽ ദേ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആർണെ സ്ലോട്ട് ഇസ് പ്ലേ. അപ്പോ അതിനൊരു അഡ്വാൻറ്റേജ് ശരിക്കും ലിവർപൂൾ ഈ ഒരു സീസൺ കിട്ടിയിട്ടുണ്ട്. അതാണ് തോന്നുന്നു ഇപ്പോഴത്തെ ലീഗ് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം ആർസണലിന്റെ എനിക്ക് തോന്നിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാ പറഞ്ഞ ഇപ്പം കോച്ചിന്റെ മീൻസ് ഒരു ടാക്ടിക്കൽ ഇൻസൈറ്റ്സ് ഉണ്ടല്ലോ ഓരോ ഗെയിമില്. അപ്പം ആ ഒരു സാഹചര്യം വരുമ്പം അങ്ങനത്തേതായ പ്ലേയേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമ്മർ വിൻഡോയിലെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മീൻ കോച്ച് എല്ലാം ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ പറ്റില്ല. കാരണം ഐ സ്റ്റിൽ തിങ്സ് ഇപ്പൊ നമ്മളൊരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോസെ മൊറീനോയുടെ ടീമൊക്കെ 1-0 ജയിച്ചോണ്ടിരുന്ന മീൻസ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് സ്ക്രാപ്പി വിൻസ് ആയിരുന്നു എല്ലാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗോൾ അടിക്കുക, സിറ്റ് ബാക്ക് ചെയ്യുക, അങ്ങനെ ഒരു ഇതുണ്ടായി. ഈവൻ ദാറ്റ് വാസ് കൺസിഡേർഡ് ആസ് വിൻസ്. നമ്മളിപ്പോ ഈ പറയുന്ന ഇന്നലത്തെ ജയിച്ച കളിയിലാണെങ്കിലും ഇപ്പൊ നമ്മൾ കുറെ ആർസണൽ ഫാൻസിന് മീൻസ് അതിലോട്ടൊരു എന്തുന്നാ ജയമല്ല എന്നാലും ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ആ ടീം സെറ്റ് ചെയ്തത് കൊണ്ട് ഇപ്പം 1-0 വിക്ടറി അല്ലെങ്കിൽ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ജയിച്ചു. മനസ്സിലായി. അതായിരുന്നു എന്റെ ഇപ്പം ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാഗം അതില്. കാരണം ഇപ്പം ഒരു 4-5 കളി കഴിഞ്ഞിട്ട് അല്ലെ 2-3 വീക്സ് കഴിയുമ്പം ഈ 1-0 വിക്ടറി എങ്ങനെയായിരുന്നു നമ്മൾ കളിച്ചത് എന്ന് നോക്കാൻ there was 3 points. അപ്പൊ ഈ സീസൺ എൻഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കുമ്പം ഇപ്പൊ ഈ ഡ്രോപ്പ് ചെയ്ത പോയിന്റ്സ് കാരണമാണ് നമ്മൾ ടൈറ്റിൽ ലൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്ത പോയിന്റ്സ് ഏതൊക്കെ എന്നല്ലാണ്ട് അതിലെങ്ങനെ കളിച്ചു എന്ന് നമ്മൾ ചിന്തിക്കില്ല. ഡ്രോപ്ഡ് പോയിന്റ്സ് ആ ഒരു സ്റ്റേജിലല്ല വരുന്നത്. അപ്പൊ സോ വിൻ ഇസ് എ വിൻ ഇൻ കറന്റ് സിറ്റുവേഷൻ. നമ്മൾ വി ആർ റെഡ്യൂസിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ലിവർപൂൾ എന്നൊരു സാഹചര്യം എത്തിക്കുക. അല്ലെങ്കിൽ വി ആർ റെഡ്യൂസിങ് ദ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ലൈക്ക് ദേ ഹാവ് 1 ഗെയിം ഇൻ ഹാൻഡ്, 6 points ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വി ആർ പുട്ടിങ് പ്രഷർ എന്ന് പറയാം. സെക്കൻഡ് ഇൻ ദ ലീഗ് ആ ഒരു ഇതിൽ പുട്ടിങ് പ്രഷർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ
നമുക്കതാണല്ലോ സത്യം പറഞ്ഞാൽ പറ്റിയത്. പ്രഷർ ഇട്ടപ്പം സിറ്റി പ്രഷർ ഇട്ടപ്പം വി സ്ട്രഗിൾ. ഹോപ്പിംഗ് ഫോർ ദാറ്റ് ഫ്രം ലൈക്ക് ലിവർപൂൾ ആസ് വെൽ. കാരണം അത് ചെയ്താലേ നമുക്ക് അവര് ഡ്രോപ്പ് ചെയ്താലും നമുക്ക് ചാൻസ് ഉള്ളൂ. അത് ചിന്തിക്കേണ്ട സമയത്ത് നമ്മൾ 1 പോയിന്റിലോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് 3 പോയിന്റ്സ് ദാൻ 1 പോയിന്റ് എന്ന സിറ്റുവേഷൻ ആണ് ഇന്നലെ കണ്ടത്. ആ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞ കണ്ടത്. സോ എനി വിച്ച് വേസ് നമ്മൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ്സും ഏറ്റവും കൂടുതൽ വിൻസ് ഉള്ള ടീം ആർസണലാണ് 2024 ആസ് എ ഹോൾ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റും ഏറ്റവും കൂടുതൽ വിൻസ് ഏറ്റവും കുറവ് ലോസും എല്ലാം കൂടെ നോക്കുമ്പം 2024 ആസ് എ ഹോൾ നമുക്ക് സക്സസ്ഫുൾ ആണ്. പക്ഷേ അത് സ്പ്ലിറ്റ് ഇൻ ടു 2 ഡിഫറെന്റ് ഇയേഴ്സ് എന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ബട്ട് എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഇപ്പൊ ഈ അഡ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇപ്പം സ്ട്രഗ്ലിംഗ് പോയിന്റ്സ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 വിങ് ആൻഡ് സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു എന്തെന്നാ കുറച്ചും കൂടെ അറ്റാക്കിംഗ് വൈസ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ലെഫ്റ്റ് ഓർ റൈറ്റ്, ലൈക്ക് മേ ബി ഇപ്പം ലെഫ്റ്റിൽ ഇപ്പം കുഡൂസിന്റെ ഇത് ഞാൻ കണ്ടായിരുന്നു. ബട്ട് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്കറിയില്ല. അതും മേ ബി ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ഓൺ എ ലോൺ ഓർ എവിടെന്നേലും ഒരു കൈൻഡ് ഓഫ് ഒരു ബെറ്റർ പേഴ്സൺ ദാൻ ജിസൂസ്, ആ ഒരു റേഞ്ചിൽ ബെറ്റർ സ്ട്രൈക്കർ ദാൻ ജിസൂസ്. അല്ലെങ്കിൽ എക്സ്ട്രീം നമ്മൾ പൈസ മുടക്കൂല എന്നറിയാം, കാരണം ജനുവരിയിൽ കിട്ടാനും പാടാ. മുടക്കാൻ തയ്യാറാണ് പോലും പ്ലെയർ വരാൻ താല്പര്യമില്ലെങ്കിൽ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് നോക്കുന്നത്. സോ ഇന്നലത്തെ മിഡ്ഫീൽഡിനെ പറ്റി സോ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് മിഡ്ഫീൽഡിനെ പറ്റി വരുവാണെങ്കിൽ വി ഹാഡ് ഒഡേഗാർഡ്, റൈസ്, പിന്നെ ഹാവേർട്സ് ആയിരുന്നു ഇന്നലെ മിഡ്ഫീൽഡ് കളിച്ച്. ഒഡേഗാർഡിന്റെ പെർഫോമൻസ് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ദർ വാസ് സംതിങ് മിസ്സിങ് എന്ന് എനിക്ക് പല പാസുകളാണെങ്കിലും തോന്നി. എന്ന് പറഞ്ഞാൽ പുള്ളി ഫോമിലല്ലാന്ന് തോന്നി. ഹാവേർട്സ് പ്ലേഡ് മച്ച് ബെറ്റർ ഇൻ ദ ഫസ്റ്റ് ഹാഫ്. മിഡ്ഫീൽഡിൽ ഫസ്റ്റ് ഹാഫിൽ ഹി വാസ് ദെയർ എവറിവെയർ. പിച്ചിൽ എവിടെ ഉണ്ടായിരുന്നു, ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും പാസസ് ഇടാൻ നോക്കുന്നുണ്ടായി. റൈസ് ആണെങ്കിലും കുഴപ്പമില്ലാണ്ട് കളിച്ചു. ഒഡേഗാർഡ് എന്തോ ഒരു ഫൈനൽ ബോൾ മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഇന്നലെ തോന്നി. എന്താണ് സഞ്ജയ് ബ്രോ ഇതിനെ പറ്റി? ശരി. ഇന്നലെ ശരിക്കും ഒഡേഗാർഡ്, നോർമലി ഒഡേഗാർഡ് ആൻഡ് സാക്ക ആ ഒരു കോംബോ ഇപ്പൊ അറിയാലോ, നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലത്തെ മാച്ചിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഒഡേഗാർഡ് എനിക്ക് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഡൗൺ ആയിരുന്നു. അതാണ്. സോ എന്താ ചെയ്യാം, എസ്പെഷ്യലി ഇപ്പോ ഇഞ്ചറി എന്ന് വന്നതിന് ശേഷം ഹി ഈസ് നോട്ട് ഹാഡ് എ സിംഗിൾ ഡേയ്സ് റെസ്റ്റ് എന്ന രീതിയിൽ. കാരണം എല്ലാ മാച്ചും കളിക്കുന്നുണ്ട്. സോ ദേ കുഡ് ബി എ ഫാറ്റിഗ് കുഡ് ബി ദർ. കാരണം ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇഞ്ചറി ആദ്യം നല്ലോണം റഷ് ചെയ്തിട്ടാണ് ഒഡേഗാർഡിനെ തിരിച്ച് ടീമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ആ സഫീഷ്യന്റ് ടൈം ഓഫ് റിക്കവറി ശരിക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം നമ്മൾ അന്നത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വി നീഡ് ടു ഹാവ് അവർ ബെസ്റ്റ് പ്ലേസ് അറ്റ് അവർ ഡിസ്പോസൽ. സോ അത് അതിന്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കും. കാരണം പക്ഷേ ക്രിസ്റ്റൽ പാലസ് അതിലുള്ള മാച്ചിൽ ഹി വാസ് സൂപ്പർ ആൻഡ് ഹി വാസ് ആക്ച്വലി ക്രിയേറ്റിംഗ് മെനി ചാൻസസ്. സോ ഇറ്റ് ഇസ് നാച്ചുറൽ. കാരണം ഒരു കളിന് ടോപ്പ് ഓഫ് വെരി ഗുഡ് ചാൻസ് ടു ഹാവ് എ ഡിപ്പ് ഇൻ ദ നെക്സ്റ്റ് മാച്ച്. സോ ഇറ്റ്സ് വെരി നാച്ചുറൽ. അത് നമ്മൾ അത്രയും ഒരു കൺസേൺ ആയിട്ട് അത് ഞാൻ കാണുന്നില്ല ഒഡേഗാർഡിന്റെ കാര്യത്തിൽ. കാരണം വി നോ വെൻ ദ ടൈം ഇസ് ഗെറ്റ് ദ ജോബ് ഡൺ. ഹാവേർട്സ് വാസ് മച്ച് മോർ ലൈവ്ലി. കാരണം ലാസ്റ്റ് സീസൺ നമ്മൾ ഒരു ഹാവേർട്സ് എക്സ്പെരിമെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. പക്ഷെ ഈ ഒരു മാച്ച് ശരിക്കും നല്ല അത്യാവശ്യം വാസ് ഏബിൾ ടു ഗെറ്റ് ദ ജോബ് ഡൺ. എസ്പെഷ്യലി ഇന്നലെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള മെസ്സേജ് ഉണ്ടെന്ന് വൈ ഹാവേർഡ് സ്റ്റാർട്ടഡ് ദ മാച്ച്, ഹൂ സ്കോർഡ് ദ ഗോൾ. കാരണം ഇപ്പൊ റൈസ് യൂഷ്വലി റൈസ് ആണല്ലോ ഹാവേർഡ്സിന്റെ പൊസിഷൻ കളിക്കുന്നത്. ബട്ട് റൈസ് വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ദോസ് കൈൻഡ് ഓഫ് അതുപോലത്തെ സ്പേസസ് ഒന്നും റൈസ് കവർ ചെയ്യില്ല. കാരണം ദേ ആർ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേയേഴ്സ്. അപ്പൊ ഓക്കെ, ചിലപ്പോ അങ്ങനെ ഒരു സിനാരിയോ കണ്ടിട്ടായിരിക്കാം Arteta wanted to use this kind of midfield. കാരണം we are going to play a lot of matches in the next 2-3 weeks. So we need to keep our players fresh. കാരണം ഇപ്പൊ നോക്കുവാണെങ്കിൽ we have sufficient numbers in midfield. ഇപ്പോ ഏത് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു ചോദ്യത്തില് ഇതിപ്പോ ഗ്രൂപ്പിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ലൈക്ക് വൈ ഹാവേർട്സ് സ്റ്റാർട്ടിങ് എന്നൊരു സിറ്റുവേഷൻ വന്നു. ജിസൂസ് ഒരു രണ്ട് കളികളിൽ 2-3 ഗോൾ അടിച്ചതിന്റെ ഇഫക്റ്റ് ആണോ എന്നാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ. ഹാവേർട്സ് ഈ സീസണിൽ കൊടുത്ത പെർഫോമൻസിന്റെ 7 അകലത്ത് വരില്ല ജിസൂസിന്റെ ഈ ആ 2 ഗോൾ, മറ്റേ ഒരു 5 ഗോൾ അടിച്ചതിന്റെ ആ പെർഫോമൻസ് ആ 2 കളിയിൽ.
ഹാവേർട്സ് ഹാസ് ബീൻ ഡൂയിങ് മച്ച് ബെറ്റർ ദാൻ ലൈക്ക് എനി ഓഫ് അവർ ഈ പറയുന്ന ജിസൂസ് ആണെങ്കിലും സ്റ്റെർലിംഗ് ആണെങ്കിലും ഈ പറയുന്ന മാർട്ടിനെല്ലി ആണെങ്കിലും സേ ടു എൻ എക്സ്റ്റെന്റ് ട്രൊസാർഡ് ആണെങ്കിലും ഇവരൊക്കെ തരുന്നതിനെക്കാട്ടും നല്ല ഇമ്പാക്ട് തരുന്ന ഒരു പ്ലെയർ ആണ് ഹാവേർഡ്. സോ ഹാവേർഡ്സ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നൊരു ചോദ്യത്തിൽ റെലവൻസി ഇല്ല. മേ ബി ഈ ഇല്ല. മിഡ്ഫീൽഡിലുള്ള പെർഫോമൻസ് വെച്ചിട്ട് വൈ ഇൻ മിഡ്ഫീൽഡ് എന്ന് ചോദിച്ചാൽ പിന്നെ അതിനൊരു അർത്ഥമുണ്ട്. മിഡ്ഫീൽഡ് ഇതുവരെയായിട്ടും ഒരു ഹെവി പെർഫോമൻസ് ഒന്നുമില്ല. ഐ വുഡ് സേ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലും ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ച പെർഫോമൻസ് വാസ് വേ ബെറ്റർ ദാൻ കുറെ നാൾക്ക് മുന്നേ മിഡ്ഫീൽഡിൽ ഇറങ്ങിയപ്പോ കാണിച്ച അതെ പെർഫോമൻസിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിരുന്നു. ഈ ഈസ് അതെ ഇംപ്രൂവിങ്. പിന്നെ എല്ലാരും പിന്നെ ഞാൻ പലയിടത്തും കണ്ടത് വൈ വെന്യേരി വാസ് നോട്ട് ദർ. വെന്യേരി സ്റ്റാർട്ട് ചെയ്യായിരുന്നു, വെന്യേരിക്ക് ചാൻസ് കൊടുത്തു. എനിക്ക് ഒരു കാര്യം നോക്കി എന്ന് പറഞ്ഞാൽ പല 2-3 കളികളിൽ വെന്യേരിക്ക് കൂടുതൽ നേരം ചാൻസ് കൊടുത്തിട്ടും അവന്റെ കുഴപ്പമല്ല. ആ ഏജിന്റെ അവൻ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. ഹി നീഡ്സ് ടൈം. കാരണം അതാണ്. സോ ബാക്കി ഇപ്പൊ അതാണ് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടും അവിടെ ഒരു സെറ്റ് ഐഡിയ ഉണ്ട്. ഡിഫെൻഡ് ചെയ്യുക, നമ്മളൊരു ക്രോസ് ഇടുക, അല്ലെങ്കിൽ ഒരു മേ ബി സേ ഇൻവേർട്ട് ചെയ്യുക. അത് ഇൻവേർട്ട് ആർസണലല്ലേ, ബാക്കി എല്ലാത്തിലും നോർമലായിട്ട് ഡിഫൻസ് ആണ് മെയിൻ ഫോക്കസ്. മിഡ്ഫീൽഡ് വരുമ്പോൾ ഡിഫെൻസീവ്ലി വന്ന് അവരെ ബോൾ ട്രാക്ക് ചെയ്ത് കട്ട് ചെയ്ത് മീൻസ് ലൈക്ക് വൺസ് യു വിൻ ദ ബോൾ കറക്റ്റ് ഒരു പൊസിഷനിൽ പ്ലെയർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ത്രൂ പാസ് കൊടുക്കും. അതൊരു കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ഒരു പൊസിഷനാണ്. ലൈക്ക് മെയിൻ ഒരു മിഡ്ഫീൽഡ് കോർ എന്ന് പറയാം. അപ്പം മാച്ചിങ് ടു ഒഡെഗാർഡ് വേണ്ട. ഒരു ലെവൽ തരണമെന്നുണ്ടെങ്കിൽ അവന് കഴിഞ്ഞ 2-3 കളിയിൽ എന്തോ ഇറക്കിയപ്പം എനിക്ക് അത്രയും ഇമ്പാക്ട് തോന്നിയില്ല. അത് അവന്റെ കുഴപ്പമേ അല്ല. നോട്ട് ബ്ലെയിമിങ് ഹിം അല്ലല്ല. അറ്റ് ഓൾ. ആ ഒരു എക്സ്പീരിയൻസ് വേണം, കിട്ടുന്നുണ്ട്. അതെ സോ ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ലോ ബ്ലോക്കിൽ നമുക്ക് വീക്ക്നെസ് ഉള്ള സമയത്ത് വെന്യേരിനെ ഇറക്കി കഴിഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ഇല്ല. മനസ്സിലായോ? നമുക്ക് ആ ഒരു ഇതില്ല. കാരണം അതെ ആകെ കരബാവോ കപ്പിൽ 1-2 കളിയിൽ പെർഫോം ചെയ്തു നല്ലാണ്ട് അവന് ഓപ്പർച്യൂണിറ്റിയും കിട്ടിയില്ല. ഓക്കെ ഫൈൻ, ഓപ്പർച്യൂണിറ്റി കിട്ടി. ഏതാ ചാമ്പ്യൻസ് ലീഗിലാന്ന് തോന്നുന്നു ഏതൊരു കളിയിൽ കളിച്ചില്ലേ പുള്ളി? എനിക്ക് സെക്കൻഡ് ഹാഫ് അതെ, സെക്കൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫിൽ ആഫ്റ്റർ 65th മിനിറ്റ് ഒക്കെ. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രോപ്പർ ഇമ്പാക്ട് നമുക്കൊരു ഇത് സൂപ്പർ ആയിരുന്നു ഒന്ന് ഓർത്ത് വെക്കാൻ. ഇപ്പം അതേ സമയത്ത് സ്കെല്ലിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ എന്തോരം കാമായിരുന്നു. സോ അവന് കുറച്ചും കൂടെ ടൈം, മേ ബി ഒരു കുറച്ചും കൂടെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി എൻ എക്സ്ട്രോർഡിനറി പ്ലെയർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറയും. പക്ഷെ ഇപ്പോഴേ ആ ഒരു പ്രഷർ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ചുമ്മാ ഗോൾ കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ അല്ലല്ലോ. ലൈക്ക് അതാണ് എന്റെ അനാലിസിസ്. സഞ്ജയ് ബ്രോ എന്താണ് അതിൽ തോന്നുന്നത്? അതെ, ഇപ്പൊ ദീപക് പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് തോന്നും, നമുക്ക് വെന്യർ യങ്സ്റ്റർ ആണ്, അക്കാഡമിയിൽ നിന്ന് വന്ന പ്ലെയർ ആണ്, അപ്പൊ അതുപോലത്തെ പ്ലേയേഴ്സ് ചാൻസ് കൊടുക്കണമെന്ന് നമ്മൾ ഗാലറിന്ന് എന്ന് പറയുന്ന പോലെയല്ലോ ഗ്രൗണ്ടിൽ കയറി കളിക്കുന്ന പോലെ. സോ ഇപ്പോ ഒരു 2 വീക്സ് ബാക്ക്, 2 or 3 വീക്സ് ബാക്ക് മുമ്പാണ് നമ്മൾ എവർട്ടന്റെ അഗെയിൻസ്റ്റ് കളിച്ചത്. സോ ആ ഒരു മാച്ചിൽ ആട്ടയായിട്ട് ശരിക്കും രണ്ട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ. കാരണം റൈസിനെയും അതുപോലെ ഒഡേഗാർഡിനെ രണ്ടുപേരും അറ്റ് ദ സെയിം ടൈം സബ് ചെയ്തു. ഈ റൈസിന് പകരം വന്ന ജോർജീനോയാണ് പാർട്ടി ആണെന്ന് തോന്നുന്നു. പിന്നെ ഒഡേഗാർഡിന് പകരം വെന്യേറി വന്നു. സോ വെന്യേറി ഹാഡ് അറൌണ്ട് 20-25 minutes ടു എഫക്ട് ദ ഗെയിം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ even Odegaard was not able to perform, and naturally you can't expect Veneeri to also perform. സോ അതുകൊണ്ട് ഈ ഒരു ആകെ 17 വയസ്സൊക്കെ ആയിട്ടുള്ള പയ്യന് അപ്പൊ ഇപ്പോഴേ പ്രഷർ കൊടുക്കുവാണെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം അൺനെസസറി പ്രഷറാണ് ശരിക്കും അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോ നോട്ട് ഗിവിംഗ് എനി ഓപ്പർച്യൂണിറ്റി ഫോർ ഹിം ടു പ്ലേ യെസ്റ്റർഡേ ഒരു നാച്ചുറൽ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഗെയിം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് യുവർ പ്രിറ്റി മച്ച് ഇൻ കൺട്രോൾ. കാരണം ഇപ്സ്വിച്ചിന്റെ സൈഡിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാവും, ബട്ട് there was no killer instinct. അവരുടെ സൈഡിൽ നിന്ന് ഒരു കില്ലർ ഇൻസ്റ്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ യു ആർ നോട്ട് വെൽ ത്രെറ്റൻഡ് ബൈ ദർ വേ ഓഫ് അറ്റാക്സ് ആണ്. പക്ഷെ പിന്നെ ഇന്നലെ സ്കെല്ലിയുടെ പെർഫോമൻസ്, സ്കെല്ലി ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി ആ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ഗെയിം തൊട്ട് എന്നെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രായത്തിൽ ശരിക്കും നല്ലോണം ബോഡി യൂസ് ചെയ്യുന്ന നല്ല സ്ട്രോങ് പ്ലെയർ ആണ്. സോ സ്കെല്ലിന് ആ ചാൻസ് കിട്ടിയത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് നെസസിറ്റി. കാരണം ആ സമയത്ത് ഡിഫൻസിൽ പ്ലേയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. സോ നാച്ചുറലി യു ഹാഡ് ടു ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്കെല്ലി. ആ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും സ്കെല്ലി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടാണ് ഹി സ്റ്റിൽ പ്ലേയിങ് മാച്ചസ് റൈറ്റ് നൗ. കാരണം നമുക്കിപ്പോ കാലഫിയറി ഇപ്പോ ഇഞ്ചറി റിട്ടേൺ ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ സ്കെല്ലി ഈസ് പെർഫോമിംഗ്.
സോ സ്കെല്ലിയെ ഇപ്പൊ തൽക്കാലം ടീമിന് പുറത്താക്കാനുള്ള റീസൺ കാണുന്നില്ല. അപ്പൊ ഇത് തന്നെ എനിക്ക് ആയിരിക്കും ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ വെന്യരിക്ക് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറ്റൂലേ എന്നൊരു ചോദ്യവും ഇതിൽ വരാം. പക്ഷെ അതൊരു സിറ്റുവേഷൻ വരുമ്പം ലൈക്ക് എനിക്ക് പിന്നെയും തോന്നിയത് റൈറ്റ് വിങ്ങിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. റൈറ്റ് വിങ് ഓർ ലെഫ്റ്റ് വിങ്. ബട്ട് അവൻ കോൺഫിഡന്റ് ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയില്ല. വി ക്യാൻ സേ ലൈക്ക് റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാം, സെൻട്രലൊന്നും നോക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് നോക്കാം, അല്ലെങ്കിൽ ഒഡേഗാർഡ് ഇത് കളിച്ചിട്ട് റൈസ് മാത്രം പിവോട്ട് ഇട്ട് കളിപ്പിച്ചു നോക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് പറയാം. ബട്ട് വെദർ ഹീസ് കോൺഫിഡന്റ് ബാക്കിയുള്ളവരുടെ ഇതിൽ മൊത്തത്തിൽ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ ഫുള്ളി ഫിറ്റ് ആണോ അല്ലെങ്കിൽ കോൺഫിഡന്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ലൈക്ക് അതാണ് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് വോണ്ട് അവനെ ഒന്ന് റഷ് ചെയ്തിട്ട് ടീമിൽ കൊണ്ടുവന്ന് ഇന്നലെ നമ്മുടെ ടീമിൽ പണ്ട് വൺ ഓഫ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഒമാരി ഹച്ചിൻസൺ. ഇന്നലെ കളിച്ചു. ഐ ആം പ്രിറ്റി മച്ച് ഷുവർ ആ ടീമിൽ ആ സിസ്റ്റത്തിൽ ലോങ് ബോൾസിൽ ഇത് ചെയ്ത് അവൻ എന്തൊക്കെയോ മീൻസ് എവിടെന്നൊക്കെയോ ഒരു സ്പാർക്ക് ചെയ്യാൻ നോക്കി. ബട്ട് ആ ഒരു സ്പാർക്ക് ആയിരുന്നോ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഐ വുഡ് സേ നോ. മനസ്സിലായോ? അപ്പം അതില് അത്രയും ഇമ്പാക്ട്ഫുൾ ആണോ നമ്മുടെ ടീമിൽ കളിച്ചിരുന്ന ഇമ്പാക്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ആ ഒരു സിറ്റുവേഷനിലോട്ട് വെന്യേരി ഒന്നും പോവരുത്. ഹി ഷുഡ് സ്റ്റേ ഇൻ അവർ ടീം. നമ്മുടെ ടീമിൽ വെച്ച് ബിൽഡ് ചെയ്ത് ഹെവി ആവണം എന്ന്. അപ്പൊ അതിന് കുറച്ച് ടൈം വേണമെങ്കിൽ ആ ടൈം കൊടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് അത്ര ആ ഒരു ഭാഗത്ത് എനിക്ക് കാരണം റഷ് ചെയ്ത ഒരു പ്ലെയറിന്റെ അവസ്ഥ ഇതാവരുത് എന്ന് ഓർത്തിട്ട്. ബട്ട് കൺസിഡറിങ് നമ്മുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ഏക ആർച്ചറ്റയിൽ തോന്നിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമിങ്സ്. നമ്മൾ സൈൻ ചെയ്തു. സ്റ്റെർലിംഗ് ഇഞ്ചേർഡ് ആണല്ലേ? സ്റ്റെർലിംഗ് ഇഞ്ചേർഡ് അല്ലേ? ഓക്കെ. സ്റ്റിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമിങ്സ് ഭയങ്കരമായിട്ട് ഡിലേഡ് ആയോ എന്ന് എനിക്ക് തോന്നി. കാരണം 81st മിനിറ്റിലെങ്ങാണ്ടാണ് റൈസിനെ മാറ്റി പാർട്ടേനെ കൊണ്ടുവരുന്നത്. പിന്നെ അതിന് മുന്നേ ഫസ്റ്റ് ജെസൂസിനെ മാറ്റി പിന്നെ ജെസൂസിനെ മാറ്റി ആരെ കൊണ്ടുവന്നു? മെറീനോനെ കൊണ്ടുവന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ്. കാരണം നമ്മൾ 1-0 നിൽക്കുമ്പം ലീഡ് ഇസ് നോട്ട് കാരണം പക്ഷെ അതിൽ എനിക്ക് വേറൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് സബ് ബെഞ്ച് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു അറ്റാക്കിംഗ് സ്പാർക്ക് ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ സ്റ്റേർലിംഗ് ഇഞ്ചേർഡ് ആയതുകൊണ്ട് നമ്മുടെ എല്ലാ അറ്റാക്കേഴ്സ് ഇന്നലെ കളിച്ചു. ഇന്നലെ അവൈലബിൾ ആയ എല്ലാ അറ്റാക്സ് വെച്ചിരിക്കുന്ന ഇന്നലത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഇനിയിപ്പോ അഡീഷണൽ ഒരു സബിനെ കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇഫ് ഇവർ നമ്മൾ ശരിക്കും ഒരു 1 ഗോൾ ഡൗൺ ആയിരുന്നെങ്കിൽ മേ ബി ഓക്കെ ചിലപ്പോൾ ഈ മെറീനും അതുകൊണ്ട് പാട്ടെ കുറച്ചുകൂടി നേരത്തെ വന്നേ. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും സബ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. കാരണം നോർമലി നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രൊസാർഡോ അല്ലെങ്കിൽ ഹെസൂസോ അല്ലെങ്കിൽ സ്റ്റേർലിംഗ് എപ്പോഴും നമുക്ക് സബ് ബെഞ്ചിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പാർട്ട് അല്ലെങ്കിൽ മെറീനോ അല്ലെങ്കിൽ പാർട്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇന്നലത്തെ മാച്ച് ശരിക്കും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഗിവൻ സിറ്റുവേഷനിൽ നമുക്ക് ഇറക്കണമെന്ന് തോന്നുന്ന പ്ലേയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് അവിടെയാണ് ശരിക്കും നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം അതൊക്കെ നമ്മൾ ഇപ്പോ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സ് കിട്ടണമെന്ന് നിർബന്ധമില്ല ജാനുവരിയിൽ. അതാണ്. അപ്പോ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഓരോ ക്ലബിൽ നടക്കുന്ന പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അത് അങ്ങനെ സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് ഐ ആം നോട്ട് എക്സ്പെക്ടിങ് എനി മേജർ ഇൻകമിങ്സ് ടു കം. ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഐ എം നോട്ട് എക്സ്പെക്ടിങ്. ബട്ട് ഐ എം ഹോപ്പ്ഫുൾ സം ഓപ്പർച്യൂണിറ്റി മൈറ്റ് അറൈസ്. കാരണം ഇപ്പോ മറ്റേ ഓൺസ്റ്റീന്റെ കുറച്ച് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. മറ്റേ PSG റാൻഡൽ കോലോ മുവാനി, അപ്പൊ അതുപോലെ റാഷ്ഫോർഡിന്റെ സിറ്റുവേഷൻ എങ്ങനെയാ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. വരാൻ ചാൻസ് റാഷ്ഫോർഡ് എന്തായാലും വരാൻ ചാൻസ് കുറവാണ്. ബട്ട് യു നെവർ നോ. കാരണം സ്റ്റേർലിംഗ് വരുമെന്ന് ആരും വിചാരിച്ചില്ല. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഹി വാസ് അവൈലബിൾ ആ രീതിയിൽ വന്നു. ബട്ട് പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ വേറൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടോ നമുക്ക്? കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ 2 പ്രീമിയർ ലീഗ് പ്ലേയേഴ്സ് ലോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പ്രീമിയർ ലീഗിൽ നിന്ന് ഒരു പ്ലെയറിനെ ലോൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു റാഷ്ഫോർഡ് വരുവാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പെർമനന്റ് സൈനിങ്. ബട്ട് റാഷ്ഫോർഡിനെ ഒരു പെർമനന്റ് സൈനിങ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. കാരണം ഈസ് നോട്ട് എ ലോങ് ടേം ടാർഗറ്റ്, ഈസ് നോട്ട് എ പ്രിഫേർഡ് ടാർഗറ്റ് ഓഫ് ആർട്ടേറ്റ. അതാണ്. സോ പ്രിഫേർഡ് ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിഫേർഡ് ടാർഗറ്റ് ഇപ്പോൾ നീക്കോ വില്യംസ് തന്നെയാണ്. നീക്കോ വില്യംസ് ആൻഡ് ബെഞ്ചമിൻ സെസ്കോ ആണ് പ്രിഫേർഡ് ടാർഗറ്റ്സ്. ബട്ട് ആ 2 പ്ലേയേഴ്സിന് ജാനുവരിയിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി ഡിഫിക്കൽട്ട്. ആണ്. സോ ആസ് ഓഫ് നോ ഐ എം നോട്ട് എക്സ്പെക്ടിങ്. വരെ ചാൻസ് വരുന്നത് വല്ല ഈ കോലോ മുവാനി പോലെയുള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ ഒക്കെയാണ് ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ
മത്യൂസ് കൂഞ്ഞ പോലെ പ്ലേയേഴ്സ് എന്തെങ്കിലും അവൈലബിൾ ആയിരിക്കാന്ന് മാത്രമേ നിലവിൽ നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റൂ. അതെ. അപ്പൊ എനിവേസ് നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു ഇന്നലത്തെ ഗെയിമിൽ. 1-0 വിക്ടറി, 3 പോയിന്റ്സ്, ലൈക്ക് ന്യൂ ഇയർ അങ്ങനെ. അപ്പം 2024 ഗെയിംസ് തീർന്നു. വി ആർ സ്റ്റാർട്ടിങ് ഓഫ് ഓൺ 1st of January 2025, സ്റ്റാർട്ടിങ് വിത്ത് ആർസണൽ ബ്രെൻഫോർഡ്. അപ്പം അതിന് മുന്നേ നമുക്കൊരു പ്രീ മാച്ചിന് ഡിസ്കഷൻ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നമുക്കൊന്നും കൂടെ കൂടാം. സോ പ്ലീസ് ഡു ജോയിൻ. നമുക്കന്ന് ഇത് ചെയ്യാം. ആൻഡ് ഹോപ്പ്ഫുള്ളി എല്ലാ ആർസണൽ ഫാൻസിനും ഹാപ്പി ന്യൂ ഇയർ, ബിലേറ്റഡ് ക്രിസ്മസിന് അന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. സോ നമ്മൾ തിരക്കായി പോയി, അത് കാരണം ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് കാണാം സഞ്ജയ് ബ്രോ. ബിഫോർ ഓക്കെ, ന്യൂ ഇയർ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓൺ ദ ന്യൂ ഇയർ ഗെയിമിനൊന്ന് ചെയ്യാം, കാണാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാ ആർസണൽ ഫാൻസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. എനിക്ക് നിങ്ങളുടെ ഇത്രയും സപ്പോർട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 2024 വാസ് എ ബാങ് ഫോർ അസ്. മല്ലു ടോക്സ് ആർസണൽ എന്ന ചാനൽ തുടങ്ങി വിത്തിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ലൈക്ക് 3-4 monthsനുള്ളിൽ വി റീച്ച് 1000 സബ്സ്ക്രൈബേഴ്സ് നൗ. സോ വെരി ഹാപ്പി. 2024 അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ആൻഡ് താങ്ക് യു.